ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കരുവേപ്പൊക്കെ നമ്മുടെ മുറ്റത്തുണ്ടെങ്കിലും നമ്മൾ ഓടി ഓടി ചെന്നപ്പോഴും എടുക്കണ്ടേ. അത് നമുക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, എല്ലാവരും ചെയ്യുന്നതായിരിക്കും, എങ്കിലും ഞാൻ ചെയ്യുന്നത് പറയുമായിരുന്നു. എൻ്റെ തണ്ടോടെ ഒടിച്ചുകൊണ്ട് വന്നിട്ട് ഞാനുണ്ടല്ലോ, ഇത് ഒന്നുകൂടെ മുറിക്കും. ഒന്നുകൂടെ ഇത് തണ്ടേന്ന് ഊരത്തില്ല, ഒന്നുകൂടെ മുറിച്ച് കണ്ടോ, ചെറിയ തണ്ടുകളാക്കി ഇതുപോലൊരു ഹോർലിക്സ് കുപ്പിക്കകത്ത് നെസ്കഫേയുടെ കുപ്പിയുണ്ടെങ്കിൽ അപ്പം അതിനകത്ത് ഇങ്ങനെ എടുത്ത് വെക്കാം. കേട്ടോ, നമ്മുടെ അല്ലിയെന്ന് ഒന്നുകൂടെ ഒന്ന് ഒടിക്കും. അപ്പം ഇച്ചിരി ഫ്രഷായിരിക്കും. ഇത് ഊരണ്ട, ചിലർ ഊരി വെക്കും. പക്ഷെ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇങ്ങനെ വെക്കുന്നതാണ് എനിക്ക് നല്ല ലാസ്റ്റ് ചെയ്യും എനിക്ക്. അപ്പം ഇത് ഫുള്ളായിട്ട് വെക്കുന്നതിലും ഊരി വെക്കുന്നതിലും ഒക്കെ നല്ലത് ഇങ്ങനെ വെക്കാൻ ഇച്ചിരി ഫ്രഷായിട്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഇറക്കി വെക്കും. അപ്പം ഇങ്ങനത്തെ ചില്ലുകുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഓടി കരിവേപ്പിന് പോയി എടുക്കുന്നതിലും ഭേദം നമുക്ക് പെട്ടെന്ന് ഫ്രിഡ്ജിലേക്ക് നമുക്ക് എടുത്ത് കറിക്കുണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മൾ കറിക്ക് ചിലപ്പോൾ ചട്ടി വെച്ചോടനെയായിരിക്കും ധൃതിയിൽ നമ്മൾ ഓടിച്ചെന്ന് കരിവേപ്പില എടുക്കുന്നത്. അപ്പോൾ അതിന് പകരം ഇങ്ങനെ ഒരു കുപ്പി ഉണ്ടെങ്കിൽ, ചെറിയ കുപ്പിയാലും കുഴപ്പമില്ല, നമുക്ക് ഉള്ള കുപ്പിക്കകത്ത് നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാം. അപ്പം ഞാൻ 2 കുപ്പിക്കകത്താണ് ചെയ്തത്. കണ്ടോ, 2 കുപ്പിക്കകത്ത് ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ, ഇതിനകത്ത് ഫുള്ളുണ്ട്. ഇതിങ്ങനെ ഇപ്പം ഒരാഴ്ചത്തേക്കുണ്ട്. അടുത്ത ഞായറാഴ്ചത്തേക്കും അതുവരെയൊക്കെ നല്ല ഫ്രഷായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പം ഒരറിവും നമുക്ക് ചെറുതല്ല, എല്ലാ അറിവും നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നതാണ്. ഓക്കെ.